ഹോർമൂസിൽ ആക്രമണം രൂക്ഷമാകുന്നു, വഴങ്ങില്ലെന്ന് ഇറാൻ. അമേരിക്കയുടേത് അവിവേകപൂർണമായ സൈനിക സാഹസമെന്ന് അബ്ബാസ് അരാക്ചി. യുഎസിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഇറാൻ ഉയർത്തിയത്. സമ്മർദ്ദങ്ങൾക്ക് ഇറാൻ ഒരിക്കലും വഴങ്ങില്ലെന്ന് എക്സിൽ അരാക്ചി കുറിച്ചു. യുഎസ് പ്രസിഡന്റിനെ ആരോ വീണ്ടും കെണിയിൽപ്പെടുത്തിയതാണോ അതോ ഇതൊരു സമ്മർദ്ദതന്ത്രമാണോ എന്നും അദ്ദേഹം ചോദിച്ചു. നിലവിൽ 70-ലധികം ടാങ്കറുകൾ ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതോ പുറത്തുപോകുന്നതോ യുഎസ് തടഞ്ഞു. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് ആരോപിച്ചു. എന്നാൽ ഇറാനിയൻ എണ്ണക്കപ്പലുകളെ ലക്ഷ്യമിട്ട് അമേരിക്കയാണ് ആദ്യം വ്യോമാക്രമണം നടത്തിയതെന്ന് ഇറാനിയൻ സൈനിക നേതൃത്വം തിരിച്ചടിച്ചു. മിനാബ് തീരത്തിന് സമീപം ചരക്ക് കപ്പലിൽ തീപിടിക്കുകയും 10ഓളം നാവികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഘർഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ട്രംപിന്റെ വാദം. ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധം അവസാനിക്കാനുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കെയാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വെള്ളിയാഴ്ച ഉണ്ടാകുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു.